ഖലീഫയായി സ്ഥാനമേറ്റെടുത്ത ഉമറിനോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വഹാബത്യങ്ങൾക്ക് വളരെ പേടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗൗരവവും പരുക്കൻ സ്വഭാവവും കാരണം ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് പരാതി പറയാൻ പറ്റുന്നില്ല എന്ന് അവർ അലി റളിയല്ലാഹുവിനോട് പോയി പറഞ്ഞു. അലിയാർ തങ്ങൾ ഈ കാര്യം ഉമർ റളിയല്ലാഹുവിനെ സൂചിപ്പിച്ചുവെങ്കിലും മറിച്ചവിടെ നിന്നൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ നിസ്കാരശേഷം ജനങ്ങളിലേക്ക് ഉമർ തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. ഓ ജനങ്ങളെ, എൻ്റെ പേര് ഉമർ എന്നാണ്. എനിക്ക് ചെറുപ്പത്തിലെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കലായിരുന്നു എൻ്റെ പണി. എൻ്റെ പിതാവ് ഖത്താബാകട്ടെ ചെറുപ്പത്തിൽ എന്നെ ക്രൂരമായിട്ട് ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഉമറിന്റെ സ്വഭാവം ലേശം പരുക്കനാണ്. എന്നിരുന്നാലും ന്യായത്തിനും നിയമത്തിനും എതിരായിട്ട് ഉമർ ഒന്നും പ്രവർത്തിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ന്യായമായ പരാതികളെ ഉമറിനോട് ധൈര്യപൂർവ്വം ബോധിപ്പിക്കാം. അത് ഇസ്ലാമിന് ഉപകാരപ്രദമാകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പാദസേവ ചെയ്യാൻ ഈ ഉമർ തയ്യാറാണ്. മറിച്ച് അത് ധർമ്മത്തിനെതിരാണ് എങ്കിൽ ഉമറിന്റെ വാള് നിങ്ങളുടെ കഴുത്തിന് മീതെ ഉണ്ടാകുമെന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കലും ഖലീഫയുടെ നീതിപീഠത്തിനടുത്തേക്ക് ഒരു വാദിയും പ്രതിയും ഹാജരാകുന്നുണ്ട്. കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയ ഖലീഫ ഉമർ തങ്ങള് പ്രതിക്ക് ന്യായമായ ശിക്ഷ തന്നെ വിധിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ വാദിയും ശിക്ഷ ശിരസാ വഹിച്ചുകൊണ്ട് പ്രതിയും ഖലീഫയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അതേവരെയും പ്രതാപത്തോടെ ന്യായാധിപന്റെ കസാരയിൽ ഇരുന്നിരുന്ന ഉമർ വിജനമായ തന്റെ മുറിയിലേക്ക് പെട്ടെന്ന് തന്നെ നടന്നു കയറി വാതിലടച്ചുകൊണ്ട് തന്നെ നിന്നിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം സ്വന്തം ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് അള്ളാഹു നിന്നെ കൈപ്പിടിച്ചുയർത്തിയ ഒരു ഭരണാധികാരിയാക്കിയപ്പോ ഇന്ന് നീ ഒരു വിധി പ്രഖ്യാപിച്ചു എന്നതിന്റെ പേരിൽ വലിയ ഭരണാധികാരിയായി എന്നതിന്റെ അഹങ്കാരം നിന്റെ മനസ്സിൽ കടന്നു കയറണേ കേട്ടോ. ഇതും പറഞ്ഞുകൊണ്ട് ചാട്ടവയറ് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് അടിച്ച് മുറിവേൽപ്പിച്ചുകൊണ്ട് തന്റെ ഉള്ളിലുള്ള അഹങ്കാരത്തിന്റെ കണികകളെ ഇല്ലാതെയാക്കിയിരുന്നത്രേ ഉമർ എന്ന ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ.